Hi all, I'm Vicky. This is the second lecture of Class 10 Physics chapter Electricity. നമ്മൾ പറഞ്ഞു വേരിയസ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺട്രോളബിൾ ആൻഡ് കൺവീനിയൻറ്റ് ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ ഇലക്ട്രിസിറ്റി എന്താണ്, ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടുള്ള വേരിയസ് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയാലോ? ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ചാർജാണ്, ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ടു എക്സ്പീരിയൻസ് ഫോഴ്സ് ഓൺ നിയർ ബൈ ഒബ്ജക്ട്സ്. അടുത്തുള്ള ഒബ്ജക്ട്സിലേക്ക് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മർദ്ദം ചെലുത്താനായിട്ട്, ഒരു ബലം ചെലുത്താനായിട്ടുള്ള ഒരു മാറ്ററിൻ്റെ ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത് ചാർജ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോൺസിനുള്ളത് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിനുള്ളത് നെഗറ്റീവ് ചാർജുമാണ്. ന്യൂട്രോൺസിന് ചാർജ് ഉണ്ടോ? ഇല്ല. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണമായിരുന്നു ന്യൂട്രോൺസ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. പ്രോട്ടോൺസിൻ്റെ ചാർജസ് ആണ് പോസിറ്റീവ്, ഇലക്ട്രോൺസിൻ്റെ ചാർജാണ് നെഗറ്റീവ്. ഈ ചാർജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യൂ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൊലംബാണ്, അത് നമ്മൾ C കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാർജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് ആർ കൺസേർവ്ഡ്. നമുക്ക് ഒരു ചാർജും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജസും കൺസേർവ്ഡ് ആണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേ ക്യാൻ ബി ആഡഡ് അപ്പ്. അതായത് Q1, Q2, Q3 ഇത് കുറേ ചാർജസ് ആണെങ്കിൽ നമ്മളുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 + Q2 + Q3 ആയിരിക്കും. ആൻഡ് എഗെയിൻ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയാണ് ലൈക്ക് ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും ആണെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യുക. അതേസമയം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ആണ് വരുന്നതെങ്കിലോ ചാർജസ് ആണ് വരുന്നതെങ്കിൽ ദേ വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. ദെൻ നമ്മളുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജിൻ്റെ വേറൊരു ഇക്വേഷനാണ് Q = ± N × E. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും നോക്കുകയാണെങ്കിൽ ചാർജ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ സൈൻ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയുണ്ട് എന്നതിനെ വെച്ചിട്ടായിരിക്കും ശരിക്കും ടോട്ടൽ ചാർജ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ദെൻ ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചാർജസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ചാർജസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ പ്രോട്ടോൺസ്, അതായത് അവർക്ക് ആ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ട്രാവൽ ചെയ്യാൻ പറ്റും അവർക്ക് ആ ഒരു മീഡിയത്തിൽ കൂടെ എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ മെറ്റൽസ് ഒക്കെ. അതേസമയം ഫ്രീ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യാനായിട്ട് ഇല്ലാത്ത തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. അതിന് നമുക്ക് എക്സാമ്പിളാണ് പ്ലാസ്റ്റിക്കും വുഡും ഒക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പോസിറ്റീവ് ചാർജിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രോട്ടോൺസ് ആണ്, നെഗറ്റീവ് ചാർജിനെ കാരണമായിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ടേം നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ടാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ ചാർജിൻ്റെ ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക. അതായത് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ഇവരുടെ ആ ഒരു ഫ്ലോയെയാണ്, അല്ലെങ്കിൽ ഇവർ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക.
അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഓർഡേർഡ് മോഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ ഐ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ്സ് ആണ് ആംപിയർ. ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് കറണ്ടിനെ വേറൊരു രീതിയിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ ജസ്റ്റ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിക് ചാർജ്, ആ ഒരു ഒഴുകുന്ന ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ Q ആണ്. ദെൻ നമ്മളുടെ ടൈം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ T, ഇത്ര T സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കറണ്ട് I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് Q/T അല്ലെങ്കിൽ Q/T. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ഓർക്കാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മളൊരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് പറയുക. അതല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ പറയാം, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കുക. അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ശരിക്കും എപ്പോഴും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും അതിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനായിട്ട് വേണ്ട ആ ഒരു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചിലവാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അടുത്ത ടേം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ ഈ പറഞ്ഞ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജസിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ജസ്റ്റ് എക്സ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് കൂടുതൽ കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു 3 എക്സാമ്പിൾസ് വയ്ക്കാം. ഫസ്റ്റ് വൺ, നല്ല സ്ലോപ്പായിട്ടുള്ള ഒരു സ്ഥലം, അതായത് നല്ല ചെരിവുള്ള ഒരു സ്ഥലം. ആ ചെരിവുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു ബോൾ ഏറ്റവും മുകളിൽ വെക്കുകയാണെങ്കിൽ ആ ബോൾ അവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല അല്ലേ, അത് താഴേക്ക് ഉരുണ്ട് പോരും. ഒരിക്കലും താഴെ നിന്ന് മുകളിലേക്ക് അത് ഉരുണ്ട് പോകത്തുമില്ല. അപ്പോൾ ആ ഒരു എപ്പോഴാണോ അത് ഇരിക്കുന്ന ആ ഒരു പ്രതലം ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആവുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ സ്റ്റേബിളായിട്ടിരിക്കുക. ദെൻ രണ്ടാമതൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൻ്റെ ബോട്ടം പാർട്ട് നമ്മൾ ഒരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർ ടാങ്കിൽ നിറച്ച് വെള്ളമുണ്ട്. ഇപ്പോഴത്തെ വാട്ടർ ടാങ്കിൽ അത്രയും വെള്ളമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ തന്നെ അതിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുമോ? ഇല്ല. ഈ 2 ടാങ്കിലും വാട്ടർ ലെവൽ ഈക്വൽ ആകുന്നത് വരെ ഈ വാട്ടർ ഫ്ലോ ചെയ്യും, ഇല്ലേ? ദെൻ അതുപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ എക്സാമ്പിളാണ്, ഒരു ടാങ്കിൽ നല്ല ചൂടുള്ള വെള്ളവും ഇപ്പോഴത്തെ ടാങ്കിൽ നല്ല തണുത്ത വെള്ളവും. ഇതിനെയും നമ്മളൊരു ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ചൂടും അതവിടെ തണുപ്പുമായിട്ട് ഒരിക്കലും അത് അങ്ങനെയും നിലനിൽക്കത്തില്ല. എന്ത് സംഭവിക്കും? ഈ ചൂടും ഈ തണുപ്പും കൂടെ മിക്സ് ചെയ്ത് രണ്ടും ഒരു ഈക്വൽ ടെമ്പറേച്ചർ ആകുന്നത് വരെ ഇവർ തമ്മിൽ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ബോള് താഴേക്ക് ഉരുണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ വാട്ടർ ലെവൽ, അതായത് അത് കൂടുതൽ അളവുള്ള വെള്ളത്തിൻ്റെ കൂടുതൽ അളവിൽ നിന്ന് അത് രണ്ടുപേരും കുറഞ്ഞ അളവിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കേസിലാണെങ്കിലോ ടെമ്പറേച്ചർ കൂടിയ കേസിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ കേസിലേക്ക് ആ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് റിക്വയർ ആയിട്ടുള്ള വർക്ക് ഡൺ ആണെന്ന്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ ഒരു ചാർജ് വേറൊരു ചാർജ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണം. അപ്പം ഈ ഇലക്ട്രോൺസ് എപ്പോഴും ഫ്ലോ ചെയ്യണമെങ്കിൽ വെറുതെ അങ്ങനെ ഇരുന്ന് അത് ഫ്ലോ ചെയ്തില്ല. ഇലക്ട്രോൺസിൻ്റെ കൂടിയ പ്രഷർ അല്ലെങ്കിൽ കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് അതിൻ്റെ കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്കുള്ള ഇലക്ട്രോൺസ് എപ്പോഴും ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ
ഈ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ ഒരു പ്രഷർ ഡിഫറൻസ് പോലെ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നാച്ചുറലായിട്ടും ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ ജനറേറ്റഡ് ആവത്തുള്ളൂ. അതായത് രണ്ട് പോയിന്റ്സ് തമ്മിൽ ഒരു ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം. ആ ഒരു പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ V. അപ്പം അതിൻ്റെ കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്, W/Q. അപ്പോൾ എന്താണ് 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വോൾട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ ടേക്കിംഗ് 1 coulombs ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. അപ്പോൾ വാട്ടർ ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ഒഴുകുന്നത് പോലെ ഇലക്ട്രിക് ചാർജും ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ് എപ്പോഴും ഫ്ലോ ചെയ്യുക. അടുത്തത് ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മൾ പറഞ്ഞ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രിസിറ്റി പ്രോപ്പറായിട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രം എന്താണെന്നാണ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്, ഏതൊക്കെ കമ്പോണൻസ് എവിടെയൊക്കെ ഏത് തമ്മിൽ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അതിനെ സിംബലൈസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എന്ന് വിളിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സെൽ ഉണ്ടാവും, കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടാവും. ഇതിനെയൊക്കെ അവരുടെ പെർട്ടിക്കുലർ സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർക്യൂട്ട് ഡയഗ്രത്തിലെ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിച്ചോണെങ്കിൽ കേട്ടോ, ഡയഗ്രത്തിൽ ആ ഒരു സെല്ല് കാണിച്ചിട്ടില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു സെല്ലല്ല, ചിലപ്പോൾ ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. കാരണം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനുള്ള ഒരു മീനാണ് നമ്മളുടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത്. അടുത്തത് കണക്റ്റിംഗ് വയേഴ്സ്. വയേഴ്സ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡിഫറെൻറ്റ് കോമ്പണൻസിൻ്റെ സർക്യൂട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. ദെൻ അടുത്ത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കോമ്പണൻ്റാണ് സ്വിച്ച് അല്ലെങ്കിൽ പ്ലഗ് കീ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലും നമ്മുടെ ഇലക്ട്രിക് ഡിവൈസും തമ്മിൽ ഒരു കണ്ടക്ഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന എലമെൻ്റാണ് സ്വിച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെല്ലും ബൾബും തമ്മിൽ ഉള്ള ആ ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വിച്ച് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം ഇതിൻ്റെ ഫ്ലോ അല്ലേ. അതായത് എപ്പോഴും ബൾബ് തെളിഞ്ഞ് കിടക്കണോ? അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് ഈ ഒരു കണ്ടക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്വിച്ച് ക്ലോസ്ഡ് ആക്കും, അല്ലാത്തപ്പോൾ നമ്മൾ സ്വിച്ച് ഓപ്പൺ ആക്കും. അതായത് അങ്ങനെ ഒരു റെഗുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ബൾബ് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് വേണ്ട ഒരു കൺവീനിയൻറ്റ് ഫോം ഓഫ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ് ലൈറ്റ് എനർജി, അതായത് ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് ബൾബ് എന്ന് പറയുന്നത്. ദെൻ ഇതുപോലെ തന്നെ നമ്മൾ ഈ സർക്യൂട്ട്സിൽ കാണുന്ന അടുത്ത ഒരു എലമെൻ്റാണ് അമ്മീറ്റർ എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ അതായത് ഫ്ലോ ഓഫ് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോഴേക്കും അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു ഇലക്ട്രിക് ഡിവൈസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ശരിക്കും വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മളെപ്പോഴും വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം ഏത് പോയിന്റ്സിൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റ്സിന് അക്രോസ് ഒരു പാരലൽ കണക്ഷനാണ് നമ്മളെപ്പോഴും വോൾട്ട് മീറ്ററിന് കൊടുക്കുക. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് വേറെ കുറേ ഇലക്ട്രിക്കൽ കമ്പോണൻസ് നമ്മുടെ ഒരു സർക്യൂട്ടിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽ എന്താണെന്ന് അല്ലേ. സെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അത് എങ്ങനെയാണ് ആ ഒരു സിമ്പിളും കൂടെ നിങ്ങൾ ഡയഗ്രാം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്
സെൽസ്. അതുപോലെ തന്നെ സ്വിച്ചിനെ നമ്മൾ ഓപ്പൺ സ്വിച്ചും ക്ലോസ്ഡ് സ്വിച്ചും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ദെൻ അതുപോലെ തന്നെ വയർ ജോയിൻറ്റിൽ നമ്മളൊരു ഡോട്ട് ഇട്ടാണ് കാണിക്കുന്നതെങ്കിൽ ശരിക്കും ആ വയേഴ്സ് തമ്മിൽ ജോയിൻ്റ് ഉണ്ട്. പക്ഷേ അവർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടില്ല, അത് ഓവർലാപ്പ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയാണ് ഒരു ക്രോസിങ് വയർ വിതൗട്ട് ജോയിൻ കാണിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ബൾബിൻ്റെ സിമ്പൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നുവല്ലോ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ റെസിസ്റ്റർ എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെസൺസിൽ പഠിക്കും. റെസിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ അല്ലാതെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വേരി ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസിനെ റിയോസ്റ്റാറ്റിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഒബിയസ്ലി അമ്മീറ്ററും വോൾട്ട് മീറ്ററും നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അമ്മീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ലാസ്റ്റ് ഈ ഒരു ലെസണിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞു സർക്യൂട്ട് ഡയഗ്രാം എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് അല്ലേ. ശരിക്കും 2 തരം സർക്യൂട്ട്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ സർക്യൂട്ടും 2 ക്ലോസ്ഡ് സർക്യൂട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വിച്ച് ഓപ്പൺ പൊസിഷനിലാണെങ്കിൽ, അതായത് സ്വിച്ച് അതിൻ്റെ ഓഫ് പൊസിഷനിലാണെങ്കിൽ നമ്മൾ പറയും ഈ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടാണെന്ന്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നില്ല. അതേസമയം സ്വിച്ച് അതിൻ്റെ ഓൺ പൊസിഷനിലാണെങ്കിൽ, അതായത് സ്വിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സർക്യൂട്ട്സിനെ പറയുന്നതാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന്. ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കിതിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ വീണ്ടും പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് for your time. Happy learning.